ഗുഡ് ഈവനിങ് ഓൾ, ദിസ് സിയാദ് ഇലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിൽ കടക്കാം. സ്പോൺസർഡ് ബൈ ഡെൽറ്റ എക്സ്ചേഞ്ച്, ലീഡിംഗ് ക്രിപ്റ്റോ കറൻസി പ്ലാറ്റ്ഫോം ഇൻ ഇന്ത്യ. ഒന്നും പ്രത്യേകിച്ച് നിക്ഷേപകരെ സംബന്ധിച്ച് പറയാനില്ലാത്ത ഒരു ദിവസമാണ്. കാരണം നമ്മൾ ഇത്രക്കും ഫോള് എക്സ്പെക്റ്റ് ചെയ്തില്ല. ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ഇത്രക്കും ഫോൾ എക്സ്പെക്റ്റ് ചെയ്തില്ല. കാരണം മാർക്കറ്റ് ഇടിയും തിരിച്ചു കയറും, ഇടിയും തിരിച്ചു കയറും. പക്ഷേ ഇത് ഇടിവ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 6 ദിവസം കൊണ്ട് 32 ലക്ഷം കോടി ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് വൈപ്പ് ഔട്ടായി. അതുമാത്രമല്ല, ഇന്ന് മാത്രം 19 ലക്ഷം കോടി, 32 ലക്ഷം കോടിയാണ് 6 ദിവസം കൊണ്ട് വൈപ്പ് ആയിട്ടുള്ളത്. ഇന്ന് 19 ലക്ഷം കോടി ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് വൈപ്പ് ഔട്ടായി. 12% കറക്റ്റ് ചെയ്തു ഓൾ ടൈം ഹൈയിൽ നിന്ന് നിഫ്റ്റി. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. 12% ഇന്ത്യൻ മാർക്കറ്റ് ഓൾ ടൈം ഹൈയിൽ നിന്ന് കറക്റ്റ് ചെയ്തിട്ടുള്ളത്. 350 പോയിൻ്റാണ് ഇന്ന് മാത്രം ഇടിഞ്ഞത്. 1000 പോയിൻ്റാണ് സെൻസെക്സ് ഇടിഞ്ഞത്. ഇന്ത്യൻ റുപ്പീസ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് റെക്കോർഡ് ലോയിലാണ്. ക്രൂഡ് ഓയിൽ $81.5 പെർ ബാരൽ എന്ന നിലയിൽ കടന്നിട്ടുണ്ട്. ഇന്ത്യ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ക്രൂഡ് ഇമ്പോർട്ട് ചെയ്യുന്ന രണ്ടാമത്തെ രാജ്യമാണ്. സ്വാഭാവികമായ രീതിയിൽ അതും പ്രശ്നമായി. FISൻ്റെ സെല്ലിങ്ങും പ്രശ്നമായി. മൊത്തത്തിൽ സങ്കടകരമായിട്ടുള്ള ദുഃഖ വാർത്തകൾ മാത്രമാണ് നമുക്ക് കുറച്ച് നാളുകളായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നുള്ളത്. സ്വാഭാവികമായ രീതിയിൽ ഇത് ഡിപ്പിൽ ബൈ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെയാണ് മാർക്കറ്റ് സൈക്കിൾ എന്നുള്ള രീതിയിലൊക്കെ ആളുകൾക്ക് പറയാം. പക്ഷേ ഇത് മാത്രം സ്വിങ്ങൊക്കെ ട്രേഡ് ചെയ്ത് മാത്രം മാർക്കറ്റിൽ നിന്ന് ഒരു പാസീവ് ഇൻകം കിട്ടുന്ന ആളുകളെ സംബന്ധിച്ച് ഇതൊരു ഇടിവ് തന്നെയാണ്. മാർക്കറ്റിനോടൊപ്പം തന്നെ വേറെ ഏതെങ്കിലും ബിസിനസ്സോ ജോബോ ഉള്ള ആളുകളെ സംബന്ധിച്ച് ഇത് ഒരു കറക്ഷനാണ്, ഇതൊരു ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പീപ്പിൾ നമുക്കറിയാം നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അപ്പോൾ ചില മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഈ ഒരു ഇടിവ്, ഇതിൽ സന്തോഷിച്ച് നിക്ഷേപം നടത്തുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. എന്നാൽ ഓൾ ടൈം ഹൈയിൽ സ്റ്റോക്കുകൾ വാങ്ങിച്ച് വെച്ച് ഈ ഇടിവിൽ എന്താ പറയുക, തലക്ക് കൈ വെച്ചിരിക്കുന്ന ഒരു വിഭാഗം ആളുകളുമുണ്ട്. അപ്പോൾ അവരുടെ എല്ലാ ആൾക്കാരുടെയും മിക്സഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് ഇപ്പോൾ മാർക്കറ്റിൽ ഉള്ളത്. നിഫ്റ്റിയുടെ ചാർട്ടൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം നിഫ്റ്റിയുടെ ചാർട്ട് കാണാം. ഗ്യാപ് ഡൗൺ, ഓപ്പണിംഗ് റേഞ്ച്, പിന്നീട് ഒരു ഉയർച്ച, പിന്നീട് ഘട്ടം ഘട്ടമായിട്ട് താഴ്ച കാണാം. 21,996 നിഫ്റ്റിയുടെ ക്ലോസിങ്. ആക്സിസ് ബാങ്കും TCSും ഇൻഡസ്ഇൻഡ് ബാങ്കും HUL പോലെയുള്ള കമ്പനീസ് ഗ്രീനിൽ ആയിട്ടുണ്ടെങ്കിൽ കൂടിയും കഴിഞ്ഞ ദിവസം ഈ TCS ഉണ്ടാക്കിയ ശക്തമായിട്ടുള്ള 6% റാലി ഒന്നും ഇന്ന് മാർക്കറ്റിൽ കണ്ടില്ല. ഇന്ന് പേരിനൊരു ഗ്രീൻ. ഇടിവ് രേഖപ്പെടുത്തിയതോ അദാനി എൻ്റർപ്രൈസസ് 6%. ട്രെൻഡെല്ലാം തന്നെ കനത്ത ഇടിവിലാണ്. BPCLും ഭാരത് ഇലക്ട്രോണിക്കും അദാനി പോർട്ടും ഇടിഞ്ഞ സ്റ്റോക്കുകളുടെ പെർസെൻറ്റേജ് കാണാം. 6.5 മുതൽ 4% വരെയുള്ള റാലി രേഖപ്പെടുത്തിയതോ റാലി എന്ന് പറയാൻ പറ്റില്ല, പൊതുവെ ഒന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തെന്ന് മാത്രം പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ കാണാം. യൂറോപ്യൻ മാർക്കറ്റ് 3 ഇടിവിലാണ്. ഏഷ്യൻ മാർക്കറ്റ് എല്ലാം ഇടിവിലാണ്. ഇന്ത്യ വിക്സ് ഇന്ന് 7% സ്പൈക്ക് ചെയ്ത് 15. ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ 91, ഏറ്റവും ടോപ്പിൽ നിന്ന് രണ്ടാമത് ബ്രന്റ് ഓയിൽ 80, ഗോൾഡ് $2,685 പെർ ഔൺസ് എന്ന നിലയിലാണ് ഇപ്പോൾ ഗോൾഡ് ഉള്ളത്. ബിറ്റ്കോയിൻ്റെ ചാർട്ട് കാണാം. ബിറ്റ്കോയിൻ റീസെൻ്റ് ഹൈ ആയിട്ടുള്ള 94,800 നിന്ന് 2.5% ഇടിവ് രേഖപ്പെടുത്തി. ബിറ്റ്കോയിൻ്റെ സ്പോട്ട് 92,000 ബിറ്റ്കോയിൻ ഡെൽറ്റ എക്സ്ചേഞ്ചിലൊക്കെ ട്രേഡ് ചെയ്യാം, ഇന്ത്യൻ റുപ്പീസായിട്ടൊക്കെ കൺവേർട്ട് ചെയ്യാം. ഇനി നമുക്ക് മറ്റുള്ള ഇന്നത്തെ മാർക്കറ്റിൻ്റെ വാർത്തകളിലേക്ക് വരാം. US മാർക്കറ്റിൽ നിന്ന് അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടുകളെല്ലാം തന്നെ അതൊരു അഭ്യൂഹത്തിൽ നിൽക്കുന്നത് US മാർക്കറ്റിലെ ഇടിവും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റിൻ്റെ ഇടിവിനും കാരണമായി. FIS കഴിഞ്ഞ ആഴ്ച 15,000 കോടി രൂപയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് സെല്ല് ചെയ്തത്. സ്വാഭാവികമായ രീതിയിൽ ആ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻസും ഉണ്ട്. പിരമൽ ഫാർമേനെ GM ഫിനാൻസ് അപ്ഗ്രേഡ് ചെയ്തതുകൊണ്ട് ഇന്ന് ഈ പിരമൽ ഫാർമ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു 7% റാലി ഈ ഒരു ഇടിവിലായ ഒരു മാർക്കറ്റിൽ പോലും കിട്ടി. ജസ്റ്റ് ഡേയിൽ റിസൾട്ട് മോശമായതിനെ തുടർന്ന് 9% ഒരു ഫോള്. സ്റ്റാൻഡേർഡ് ഗ്ലാസ് ലൈനിങ് IPO എന്നുണ്ടായിരുന്നു. 26% ലിസ്റ്റിംഗും കിട്ടി. അങ്ങനെ നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 7 മന്ത് ലോയിലാണ്. റുപ്പീസ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് കഴിഞ്ഞ 2 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലാണ് ഉള്ളത്. കൂടാതെ തന്നെ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ BSE ലിസ്റ്റഡ് കമ്പനി ഇന്ന് 15 ലക്ഷം കോടി മാർക്കറ്റ് ക്യാപ്പ് വൈപ്പ് ഔട്ട് ആയിപ്പോയിട്ടുണ്ട്. കല്യാൺ ജ്വല്ലേഴ്സൊക്കെ ഹോൾഡ് ചെയ്ത ആളുകൾക്ക് ഇന്നും 8% ഒരു ഇടിവാണ് ഉണ്ടായിട്ടുള്ളത്.
PB ഫിൻടെക് എല്ലാം തന്നെ മെക്വറി എന്ന് പറഞ്ഞ റേറ്റിംഗ് ഏജൻസി ഡൗൺഗ്രേഡ് ചെയ്തുകൊണ്ട് PB ഫിൻടെക്കും ഇന്ന് വലിയ തോതിൽ ഇടിവ് രേഖപ്പെടുത്തി. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഒരു 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 പേടി, ഒരു പാനിക്കായിട്ടുള്ളൊരു അവസ്ഥ ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതായത് മാർക്കറ്റ് ഇടിയും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തിരിച്ച് കയറും എന്നുള്ള ആ ഒരു സ്ഥിതിയിൽ നിന്ന് വിഭിന്നമായി ഇടിവ് തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സിനാരിയോ അടുത്തെങ്ങും ഇന്ത്യൻ മാർക്കറ്റിൽ കണ്ടിട്ടില്ല. അപ്പോൾ അത് കാണാൻ ആയിട്ടുള്ളൊരു അവസരമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്കുള്ളത്. കാരണം ഇങ്ങനെയും മാർക്കറ്റ് ഉണ്ട്. തിരിച്ച് കയറാതെ രീതിയിൽ ഡൗൺ ട്രെൻഡിലേക്ക് പോകുന്ന രീതിയിൽ മാർക്കറ്റ് പോകുമെന്നുള്ളതൊക്കെ പുതിയതായിട്ടൊക്കെ ഇതിൽ വന്ന ആളുകൾക്ക് അതൊരു പാഠമാണ്. കാരണം ഈ ഒരു അവസരത്തിൽ ഒരുപാട് ആളുകൾ ഈ ഫണ്ടൊക്കെ പുറമേ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഈ ഫണ്ടൊക്കെ മറ്റുള്ള ആളുകളുടെ ഫണ്ട് കളക്ട് ചെയ്ത് പ്രോഫിറ്റിൻ്റെ വിഹിതം തരാമെന്നൊക്കെ ഉള്ള രീതിയിൽ ഇല്ലീഗലായിട്ടൊക്കെ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇത് വലിയൊരു കനത്ത ഇടിവാണ്. കാരണം മാർക്കറ്റിന് 2 വശങ്ങളുണ്ട്. റാലി ആണെങ്കിൽ റാലി എങ്ങനെയാണ് തുടരെയായിട്ട് മാർക്കറ്റ് കയറി പോകുന്ന ഒരു സിനാരിയാണുള്ളത്. ഇടിവും അതുപോലെ തന്നെയാണ്. കാരണം നമ്മുടെ GDP ഡേറ്റ അത്ര കങ്കേമമായിട്ടുള്ള GDP ഡേറ്റ ആയിരുന്നില്ല വന്നത്. നമുക്ക് കണ്ടു, നമ്മൾ GDP ഡേറ്റ എല്ലാം തന്നെ കണ്ടു. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ മാത്രമാണ് 11 മന്ത് ഹൈയിലുണ്ടായിരുന്നത്. അതിന് മുമ്പുള്ള കുറച്ച് എക്കണോമിക് ഡേറ്റാസ് എല്ലാം തന്നെ വീക്കായിരുന്നു. അതുപോലെ തന്നെ US മാർക്കറ്റ് ഈ ട്രംപിൻ്റെ വിജയം മുൻകൂട്ടി കണ്ട് ഓൾറെഡി റാലി രേഖപ്പെടുത്തി. ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് അവിടെ ഉണ്ടായി. ഈ വർഷം ഉണ്ടാവില്ല എന്നുള്ളതൊക്കെ, അല്ലെങ്കിൽ കുറവായിരിക്കുമെന്നുള്ളതൊക്കെ തീരുമാനത്തിലെത്തി. മിഡിൽ ഈസ്റ്റ് ടെൻഷനും മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. എനിവേ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസായിട്ട് നമുക്ക് നാളെ രാവിലെ പ്രീ മാർക്കറ്റിൽ കാണാം. അപ്പോൾ മാർക്കറ്റ് തിരിച്ചു വരുമെന്നുള്ള പ്രത്യാശയിൽ നമുക്ക് മുന്നോട്ട് തന്നെ പോകാം. നെഗറ്റീവ് നമ്മൾ ആകേണ്ട കാര്യമില്ല. കാരണം ഇതൊരു മാർക്കറ്റ് ഈ രീതിയിൽ തന്നെയാണ് സ്ട്രക്ചർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. നമ്മൾ ഇത് മനസ്സിലാക്കി തന്നെയാണ് ഇവിടെ നിൽക്കുന്നതും. ഇനിയും നല്ല മാർക്കറ്റിൽ ഷോർട്ട് ചെയ്തൊക്കെ പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കും. ഇക്വിറ്റിയിലൊക്കെ ഷോർട്ട് ചെയ്യാം. മാർക്കറ്റ് ഇടിയുകയാണെങ്കിൽ നമുക്ക് ഷോർട്ട് സെല്ലിൽ ഓപ്പർച്യൂണിറ്റി മാർക്കറ്റിൽ ഇക്വിറ്റിയിലുണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗപ്പെടുത്താം. എനിവേ എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.